ഹായ് ഹലോ. അപ്പം നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് അപ്പയുടെയും അമ്മയുടെയും രാജകുമാരൻ്റെ ബർത്ത്ഡേ വ്ളോഗാണ് കേട്ടോ. കുറച്ച് ദിവസമായി, സെപ്റ്റംബർ 4-നായിരുന്നു ബർത്ത്ഡേ. എൻ്റെ ഫോൺ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ ചെറിയൊരു കംപ്ലൈൻ്റ് ഉണ്ട്. അപ്പോൾ അത് കാരണമാണ് ലേറ്റ് ആയതൊക്കെ. അപ്പോൾ ഞാൻ വീഡിയോ എന്തായാലും എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ കഴിഞ്ഞ വർഷം തൊട്ട് ഞാൻ ഫോട്ടോഷൂട്ട് ചെയ്യാറുണ്ട്. അവൻ്റെ ഓരോ വളർച്ചയുടെ ഫോട്ടോയും എനിക്ക് എടുത്തു വയ്ക്കണം എന്ന് ഭയങ്കര നിർബന്ധമുള്ളൊരു കാര്യമാണ്. അങ്ങനെ ചിന്തിച്ചപ്പോൾ നമ്മുടെ ചേട്ടൻ്റെ മോൻ ജിനോയി, അവൻ എന്താ പറയുക, ഫോട്ടോഗ്രാഫറാണ്. കല്യാണം എല്ലാവർക്കും അവൻ ചെയ്യും കേട്ടോ. അപ്പോൾ അവനെയാണ് ഞാൻ വിളിച്ചത്. അപ്പോൾ അവൻ നമ്മുടെ ഡുഡുവിനെ ഓരോ പോസുകളൊക്കെ പറഞ്ഞു കൊടുക്കുകയാണ്. കുട്ടികളെ ഫോട്ടോ എടുക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിസ്സാര കാര്യമല്ല. അവരെ അതുപോലെയൊക്കെ നിൽക്കാനും നിന്ന് കഴിഞ്ഞാൽ എന്താ പറയുക, ചിലപ്പോൾ കിട്ടുന്ന ഫോട്ടോയൊക്കെ എങ്ങനെയാണെന്നും അറിയില്ല. ചിലപ്പോൾ നമുക്ക് നമ്മുടെ ലക്ക് അനുസരിച്ച് നല്ലൊരു ഫോട്ടോസൊക്കെ കിട്ടും. അങ്ങനെ ഞങ്ങൾക്കും കുറച്ച് ഫോട്ടോസൊക്കെ കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഞങ്ങൾ 2 കോസ്റ്റ്യൂം ഇട്ടിട്ടാണ് കേട്ടോ. അത് എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു. ഒന്ന് സ്കൂളിലെ സെലിബ്രേഷന് മേടിച്ചതായിരുന്നു, മുണ്ടും ഷർട്ടും. അപ്പോൾ അത് ഇട്ടിട്ട് ഒരെണ്ണവും, പിന്നെ അവൻ്റെ അപ്പൻ എന്താ പറയുക, ബർത്ത്ഡേക്ക് അവന് ഡ്രസ്സുകൾ മേടിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ അവന് ഇഷ്ടപ്പെട്ട ഡ്രസ്സ് ഇട്ടിട്ട് ഒരു വെറൈറ്റി മോഡൽ ഒരു ഫോട്ടോയും എടുക്കണം എന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മുടെ ജിനോയി നമ്മളെപ്പോൾ വിളിച്ചാലും നമ്മൾ ഓടിയെത്തും. അവൻ്റെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്തു തരും കേട്ടോ. കഴിഞ്ഞ അവൻ്റെ ബർത്ത്ഡേയുടെ ഫോട്ടോസൊക്കെ അവൻ തന്നെയാണ് എടുത്തത്. അപ്പോൾ ഇപ്രാവശ്യം എന്താ പറയുക, ചെറിയ രീതിയിൽ നമ്മൾ ആഘോഷിച്ചു. പക്ഷേ എനിക്ക് നിർബന്ധമുള്ള ഒരു കാര്യമാണ്, എനിക്കും അപ്പയ്ക്കും നിർബന്ധമുള്ള ഒരു കാര്യമാണ്, ഒരു ബർത്ത്ഡേ പോലും അവൻ്റെ മുടങ്ങാതെ അവന് വേണ്ടുന്ന ചെറിയ ചെറിയ സർപ്രൈസുകളൊക്കെ ഒരുക്കി അന്നത്തെ ദിവസം അവനെ ഹാപ്പി ആയിട്ടിരിക്കുക എന്നുള്ളത്. ബാക്ക്ഗ്രൗണ്ടിൽ നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും സൗണ്ടുകൾ അരോചകമായിട്ട് തോന്നുകയാണെങ്കിൽ ക്ഷമിക്കണം. നമ്മുടെ വീടിൻ്റെ അടുത്ത് കുറച്ച് പണി നടക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ കട്ടിങ്ങൊക്കെ ചെയ്യുന്നതിൻ്റെ സൗണ്ടാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ പല രീതിയിലുള്ള പോസുകളൊക്കെ ചെയ്ത് ഫോട്ടോസൊക്കെ എടുക്കുകയാണ്. ഇനിയാണ് സെക്കൻഡ് കോസ്റ്റ്യൂം. എനിക്കിത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ, അവൻ്റെ ലുക്ക്, കണ്ണാടി അതൊക്കെ വെച്ചിട്ട്. പിന്നെ അവൻ അപ്പൻ്റെ മോനായതുകൊണ്ട് തന്നെ അവന് ഡാൻസ് ചേട്ടനും അതായത് അപ്പയ്ക്കും ഫോട്ടോ പോസൊക്കെ ചെയ്യാൻ അറിയാം. എനിക്കങ്ങനെ സംഭവങ്ങളൊന്നും അറിയില്ല. അവരിങ്ങനെ പറഞ്ഞു കൊടുക്കുമ്പോൾ അത് നിൽക്കാനും ഇതിനൊക്കെ ആയിട്ട് അവന് ചെയ്യാൻ പറ്റൂട്ടോ. അപ്പോൾ നോക്കിയാൽ നല്ല തക്കട് മുണ്ടനായിട്ട് കണ്ണാടിയൊക്കെ വെച്ച് നിൽക്കുകയാണ്, ഫ്രീക്കനായിട്ടാണ് കേട്ടോ. എനിക്ക് ഇങ്ങനത്തെ ഭയങ്കര ഇഷ്ടമുള്ള കാര്യം. അതായത് അവൻ്റെ ഓരോ ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഇങ്ങനെ എടുത്ത് സൂക്ഷിച്ച് വെക്കാമെന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാവും. കുറേ വലുതായി കഴിയുമ്പോൾ ഇതൊക്കെ കാണിച്ചു കൊടുക്കാമല്ലോ. എന്നെ സംബന്ധിച്ച് എൻ്റെ ചെറുപ്പത്തിലെ ഫോട്ടോസൊന്നും എനിക്കില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്കത് ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നൊരു കാര്യമാണ്. അപ്പോൾ ഞങ്ങൾ അവൻ്റെ ഫോട്ടോ ഒക്കെ കുറച്ച് സമയം കൊണ്ട് തന്നെ നല്ല നല്ല ഫോട്ടോസുകളൊക്കെ നമ്മുടെ ജിനോയെ ഞങ്ങൾക്ക് എടുത്തു തന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഫോട്ടോസോ കാര്യങ്ങളൊക്കെ എടുക്കണം എന്നുണ്ടെങ്കിൽ കമൻറ്റ് ബിലോ. അപ്പോൾ ഞങ്ങൾ മതിലുമൊക്കെ കയറി ഇരുന്നിട്ടാണ് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കുന്നത്. ഇന്ന് ബർത്ത്ഡേ ദിവസം അപ്പോൾ വന്നിട്ടില്ല, അപ്പോൾ വന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ സർപ്രൈസായിട്ട് നമ്മുടെ ലിനിമോള് അവൻ്റെ നീനു അവനൊരു ചെറിയൊരു കേക്കൊക്കെ മേടിച്ച് സർപ്രൈസ് ചെയ്തു. ഇപ്പോൾ രാത്രി 12 മണിക്ക് നിങ്ങൾക്ക് അവൻ്റെ മുഖത്തെ ആ എക്സ്പ്രഷൻ കണ്ടാൽ അറിയാം. എന്താ പറയുക, ഈ സംഭവങ്ങളൊന്നും ഞാൻ എന്താ പറയുക സർപ്രൈസാക്കി വെച്ചിരിക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ ഇത് 12 മണിക്ക് അത് കത്തിച്ച് കേക്ക് കട്ട് ചെയ്തപ്പോൾ തന്നെ അവന് ഭയങ്കര ഇഷ്ടമായി. അപ്പോൾ അവൻ എല്ലാവരോടും താങ്ക് യു, ഐ ലവ് യു എന്ന് പറയണതാണ്. അപ്പോൾ നമ്മുടെ ഒന്നാമത്തെ സർപ്രൈസ് കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു ഇപ്രാവശ്യം ഡൂഡോ ഈ കേക്കും ഇത് മാത്രമേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. പിന്നെ അപ്പം വരുന്നുള്ള കാര്യം ഞങ്ങൾ പറഞ്ഞിട്ടില്ല. അപ്പൻ എപ്പോഴും സർപ്രൈസായിട്ടാണ് വരാറ്. അതുപോലെ തന്നെ നമ്മുടെ മീരാസ് ബേക്കറി, മീരാസ് സൂപ്പർ മാർക്കറ്റ്, അവരെ നമുക്ക് ഡുഡുവിന് ഒരു കുഞ്ഞി കാറ കേക്കിൻ്റെ ഒപ്പം തന്നെ അവനൊരു ഗിഫ്റ്റ് പോലെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മുടെ സ്വന്തം കട തന്നെയാണ്. അപ്പോൾ അവർ ഡുഡുവിൻ്റെ ബർത്ത്ഡേക്ക് ഒരു ചെറിയ ഗിഫ്റ്റായിട്ട് ഒരു കുഞ്ഞിക്കാറും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അവൻ ഡബിൾ ഹാപ്പി ആയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ രാത്രി കേക്ക് കട്ട് ചെയ്യുന്നു. അപ്പയൊന്നും വന്നിട്ടില്ല, ഞാനും ലിനുമോളും മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞങ്ങൾ കേക്ക് കട്ട് ചെയ്ത് എന്താ പറയുക അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കേക്ക് കഴിച്ച് ആഘോഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പ എപ്പോഴും സർപ്രൈസായിട്ടാണ് വരാറ്. ഇപ്രാവശ്യം ചിലപ്പോൾ വരാൻ പറ്റില്ല എന്ന് പറഞ്ഞു. പക്ഷേ ഞങ്ങൾ അവൻ്റെ ഇപ്പം 7 വയസ്സായി അവന്. ഈ 7 വർഷവും ഞങ്ങൾ മുടങ്ങാതെ എന്താ പറയുക ആ ദിവസം അവൻ്റെ കൂടെ ഉണ്ടാവാനായിട്ട് എപ്പോഴും ശ്രമിക്കാറുണ്ട്. അപ്പോൾ അമ്മയും വന്നിട്ടുണ്ട്. അപ്പോൾ അമ്മയ്ക്കും അവൻ കേക്ക് വെച്ച് കൊടുക്കുകയാണ്. അന്നത്തെ ദിവസം കഷ്ടകാലം നേരത്ത് കരണ്ടും പോയി, കരണ്ട് ഇല്ലാതെ ആയിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങൾ എന്താ പറയുക കേക്ക് അധികം ഇരുന്നിട്ട് ഇങ്ങനെ അലിഞ്ഞു പോകണ്ടെന്ന് വെച്ചിട്ട് ഞങ്ങൾ വേഗം തന്നെ കേക്ക് മുറിക്കാനൊക്കെ ആയി. എൻ്റെ കോലം പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേ വേണ്ട. വീട്ടിലിരുന്ന് കഴിഞ്ഞാൽ ഞാൻ പിന്നെ അങ്ങ് ഭദ്രകാളിയായിട്ടിരിക്കും. എനിക്ക് അങ്ങനെ മുടിയൊക്കെ കെട്ടിയിരിക്കാനാണ് കേട്ടോ എനിക്കിഷ്ടം.
അത് കഴിഞ്ഞ് പിറ്റത്തെ ദിവസം അപ്പ വന്നു, സർപ്രൈസായിട്ട് വന്നു. ഞങ്ങൾ ഉച്ച കഴിഞ്ഞതിന് ശേഷം വീണ്ടും ഒരു കേക്ക്, ഇത് അപ്പ മേടിച്ചു കൊടുക്കണതാണ് കേട്ടോ, അപ്പം മോന് വേണ്ടി മേടിച്ചു കൊടുക്കണതാണ്. അപ്പോൾ ഞങ്ങൾ നമ്മുടെ പറവട്ടാനിയിലെ കേക്ക് മേടിക്കാനായിട്ട് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അവൻ്റെ കേക്ക് ഫ്ലേവർ എന്താണെന്നൊന്നും എനിക്ക് പറയാൻ അറിയില്ല, എന്തായിരുന്നു എന്ന് എനിക്ക് അറിയും കൂടിയില്ല. പക്ഷേ ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവൻ്റെ പേരൊക്കെ എഴുതാണ്. അവൻ ട്യൂഷന് പോയിരിക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ ഇത് അവനറിയാതെ തന്നെ ഇതൊക്കെ ചെയ്യണമായിരുന്നു. പിന്നെ രാത്രിയായി ട്യൂഷനൊക്കെ പോയി വന്ന് കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ പുറത്തോട്ട് പോയി വന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ലിനിമോളാണ് കേട്ടോ ഈ വീഡിയോസൊക്കെ എനിക്ക് എടുത്തു തരുന്നത്. അപ്പോൾ ഞാൻ പുറത്ത് പോയി വന്നു. അതിന് ശേഷം ഞങ്ങളിങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇതാണ് അവന് കൊടുത്ത രണ്ടാമത്തെ സർപ്രൈസ്. അവൻ്റെ ഗിഫ്റ്റ് കിട്ടിയതും ഒക്കെ എല്ലാ സംഭവങ്ങളും, പിന്നെ ബലൂണ് അങ്ങനത്തെ ഒക്കെ. അവന് ഹൾക്കിനെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ അതിൻ്റെ ബലൂണൊക്കെ മേടിച്ച് ഇങ്ങനൊരു സർപ്രൈസ് ഒരുക്കി. അപ്പോൾ ഇങ്ങനെ ചെയ്താലും അവനത് ഭയങ്കര സന്തോഷമാണ്. പിന്നെ പ്രത്യേകിച്ച് അപ്പനും അമ്മയും ലിനിമോളും എല്ലാവരും ഉണ്ടാകുമ്പോൾ അവനെ ഒരുപാട് സന്തോഷം. പിന്നെ ഈ പ്രാവശ്യം ബർത്ത്ഡേ ഒന്ന് എന്താ പറയുക കേമമാക്കാനായിട്ട് അവൻ്റെ വല്യപ്പനും അമ്മച്ചിയും വന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ സർപ്രൈസായിട്ട് അവന് വീഡിയോ, അതായത് ഉള്ളിലോട്ട് കയറുമ്പോൾ ഇവൻ ഇതൊന്നും കണ്ടിട്ടില്ല കേട്ടോ. അപ്പോൾ ഇവൻ ഇല്ലാത്ത സമയത്തായിരുന്നു ഈ സംഭവങ്ങളൊക്കെ. അപ്പോൾ കണ്ടപ്പോൾ അവന് കണ്ണ് തള്ളി, ഇതെന്താ സംഭവം എന്ന് വെച്ചിട്ട്. അങ്ങനെ ഞങ്ങൾ അകത്തോട്ട് കയറിയപ്പോഴാണ് ഇങ്ങനെ കുറച്ച് സംഭവങ്ങളൊക്കെ ആക്കി മാറ്റി വെച്ചത്. അതായത് ഞങ്ങൾ മിഠായിയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അവന് കാറുകളോട് പ്രിയമുണ്ടായിരുന്നു എന്നല്ല, അങ്ങനെയാണ്. പിന്നെ അവന് മഞ്ഞ കളറ് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പം ഞാൻ ഇങ്ങനെയൊക്കെ വെച്ച് സെറ്റ് ചെയ്തപ്പോൾ ആൾക്ക് ഭയങ്കര ഇഷ്ടമായി. അമ്മാമ്മയൊന്നും വന്നിട്ടില്ലായിരുന്നു എന്ന് ഞാൻ പറഞ്ഞത്, ഇത് പിറ്റത്തെ ദിവസമാണ് കേട്ടോ. അപ്പോൾ അമ്മാമ്മയൊന്നും വന്നിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ അവരെ കുളിപ്പിച്ച് നിർത്തിയൊക്കെയായിരുന്നു. പിന്നീട് അമ്മാമ്മയും ആയിഷയും വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഡുഡുവിനോട് പറഞ്ഞു, ഡുഡു ഇഷ്ടപ്പെട്ടോ എന്നൊക്കെ ചോദിച്ചു. അപ്പോൾ ഞങ്ങൾ കേക്ക് മേടിച്ചതും സർപ്രൈസായിട്ട് വെച്ചിരിക്കുകയാണ്, അവനറിയില്ല. അപ്പോൾ ജസ്റ്റ് ഇത് എന്താ പറയുക ഫോട്ടോയല്ല ബലൂണൊക്കെ ഇങ്ങനെ സെറ്റ് ചെയ്ത് ഇതാണ് സർപ്രൈസ് എന്ന് ഞാൻ പറഞ്ഞത്. പിന്നെ അവൻ അപ്പയുടെ വീട്ടിലൊക്കെ പോയി വന്നതിന് ശേഷം അവന് വല്യപ്പനും വല്യമ്മയും അതുപോലെ അമ്മച്ചിയും അപ്പച്ചനും എല്ലാവരും മണിയമ്മയൊക്കെ ഗിഫ്റ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ കൊടുത്ത് വന്നതിന് ശേഷം അച്ചാച്ചനും അമ്മാമ്മയും എലിസിമോളും എല്ലാവരും അവന് ഗിഫ്റ്റ് അന്നത്തെ ദിവസം കൊടുത്തു. അപ്പോൾ അവർ ഒളിച്ച് നിൽക്കുമായിരുന്നു കേട്ടോ. അപ്പോൾ ആയിഷയും ഒരു ഗിഫ്റ്റ് കൊടുത്തു. അപ്പോൾ ഇതൊക്കെ അവന് കിട്ടിയ ഗിഫ്റ്റുകളൊക്കെ തന്നെയാണ് കേട്ടോ. കുറച്ച് കാറുകൾ അവൻ സൂക്ഷിച്ചെടുത്ത് വെച്ചതാണ്. നമുക്ക് ആദ്യമൊക്കെ അവൻ പൊട്ടിക്കുമായിരുന്നു കേട്ടോ കാറ്. പിന്നെ എൻ്റെ നിന്ന് നല്ല വഴക്കും അടിയൊക്കെ കിട്ടിയതിന് ശേഷം ഇപ്പോൾ കുട്ടി കാറൊന്നും നശിപ്പിക്കലൊക്കെ എടുത്ത് വയ്ക്കും. അതുകൊണ്ട് തന്നെ നമുക്ക് അവന് മേടിച്ചു കൊടുക്കാനും ഒരുപാട് സന്തോഷം കേട്ടോ. അപ്പോൾ നമ്മൾ രണ്ടാമത്തെ കേക്ക് കട്ടിങ്ങിന് പോവാണ്. അപ്പോൾ ഇത് നമ്മുടെ അമ്മച്ചിയും അപ്പച്ചനും മേടിച്ചു കൊടുത്ത ഡ്രസ്സ് ഇട്ടിട്ടാണ് കേക്ക്. അപ്പോൾ വീണ്ടും ഞാൻ ആ സാധനം മേടിച്ചിട്ടുണ്ടായിരുന്നു, രസമല്ല അതൊക്കെ. അപ്പോൾ ആയിഷയും വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവർ രണ്ടുപേരും കൂടിയിട്ടാണ് കേട്ടോ നമ്മൾ കേക്ക് കട്ടിംഗ് ഒക്കെ ചെയ്തത്. അപ്പോൾ നമ്മുടെ ഡുഡുവിൻ്റെ എന്താ പറയുക 7ാമത്തെ ബർത്ത്ഡേയും നമ്മൾ ആഘോഷിച്ചു. ആയുസ്സും ആരോഗ്യവും സന്തോഷവും സമാധാനവും ഒക്കെ കൊടുത്ത് നല്ലൊരു മോനായിട്ട് വരട്ടെ, അതിലുപരി നല്ലൊരു മനുഷ്യനായി വരട്ടെ, മറ്റുള്ളവരെ കേൾക്കാനുള്ളൊരു മനസ്സ്, അല്ലെങ്കിൽ മറ്റുള്ളവരെ, അതൊക്കെയാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ എന്താ പറയുക എല്ലാവിധ അനുഗ്രഹങ്ങളും നേരുന്നു. എന്താ പറയുക അപ്പയ്ക്കും അമ്മയ്ക്കൊക്കെ ഒരുപാട് പ്രൗഡ് മൊമെൻ്റൊക്കെ ആക്കിയിട്ടുണ്ട് ഞങ്ങളുടെ മോൻ. അത് ഓരോന്നും എടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ഞാൻ ഇമോഷണലായിപ്പോവും. പക്ഷേ എന്താ പറയുക എല്ലാ കാര്യത്തിലും ഞങ്ങൾക്ക് സപ്പോർട്ട് തന്നെയാണ് കേട്ടോ ഞങ്ങളുടെ മോൻ. എത്ര ഉണ്ണികൾ ഉണ്ടായാലും ഉണ്ടായില്ലെങ്കിലും ഞങ്ങളുടെ ഡുഡു കഴിഞ്ഞിട്ടുള്ളൂ ഞങ്ങൾക്ക് വേറെ ആരും. അപ്പോൾ അച്ചാച്ചന് വരാൻ പറ്റിയില്ല, അച്ചാച്ചനെ കൊണ്ടുവന്നാൽ ശരിയാവില്ല. അപ്പോൾ നമ്മുടെ അമ്മച്ചിയും വല്യപ്പനും വന്നിട്ടുണ്ട്. അവർക്ക് വീഡിയോസിൽ വരാൻ താല്പര്യം ഇല്ലാത്തതുകൊണ്ട് തന്നെ ഞാൻ എടുക്കാറില്ല. പക്ഷെ ഇതറിയാതെ പെട്ടുപോയതാണ് കേട്ടോ വീഡിയോ. അതിന് ശേഷം ഞങ്ങൾ രാത്രി എല്ലാവരും കൂടി പുറത്ത് പോയി ഫുഡൊക്കെ കഴിച്ചു കേട്ടോ. വേറെ പരിപാടികളൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇത് തന്നെ ഞങ്ങൾക്ക് അടിച്ചു പൊളിച്ച് ആഘോഷിക്കാൻ പറ്റി. കൂടുതൽ ഇതെല്ലാം അവന് കിട്ടി എന്തൊക്കെ പറഞ്ഞാലും അവൻ്റെ അപ്പം വന്നതാണ് അവന് ഏറ്റവും വലിയ സന്തോഷം. എനിക്കത് പറയുമ്പോഴും എൻ്റെ കണ്ണ് നിറയുന്നു. അവർ തമ്മിൽ ഉള്ള അറ്റാച്ച്മെൻറ്റ് ഭയങ്കരമായിട്ടുള്ള ഒരു അറ്റാച്ച്മെൻറ്റ് തന്നെയാണ്. അപ്പോൾ ദൈവം എന്നും ആ ഒരു ബന്ധം എന്നും നിലനിർത്തട്ടെ. എന്താ പറയുക ഒരുപാട് സന്തോഷം. ഓരോ വർഷവും തോറും നമ്മുടെ മോൻ വളർന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ അവൻ്റെ നീന് വന്നിട്ടുണ്ട്. അപ്പം ഞങ്ങളെല്ലാവരും കൂടിയിട്ടുള്ള ഒരു ഫോട്ടോ സെക്ഷനൊക്കെയാണ് കേട്ടോ. ഇതിൻ്റെ അവസാനം അവൻ്റെ കുറച്ച് കുഞ്ഞു ഫോട്ടോസുകൾ ചെറുപ്പത്തിലത്തെ ഒക്കെ ഇടുന്നുണ്ട്. അപ്പോൾ ഇത് ഞങ്ങൾ ഫോട്ടോയ്ക്ക് പോസ്റ്റ് ചെയ്യാണ് കേട്ടോ. അപ്പോൾ ചേച്ചി മോളും, ചേച്ചി മീൻസ് എൻ്റെ നാത്തൂനാണ്. അപ്പോൾ ഞങ്ങൾ രണ്ടാളും
എൻ്റെ കല്യാണം കഴിഞ്ഞത് തൊട്ട് എനിക്ക് ഇവർ തന്നെയാണ് ഏറ്റവും കൂടുതൽ അടുപ്പം. പിന്നെ എന്താ പറയുക, അമ്മയും ആയിഷയും എല്ലാവരും. അപ്പം ഞങ്ങൾ ടി വിയിൽ അവൻ്റെ കുഞ്ഞായിരിക്കുമ്പോഴത്തെ വീഡിയോസൊക്കെ ഇങ്ങനെ വെച്ച് കൊടുക്കുകയാണ്. അത് അവൻ ഓരോ വർഷവും കാണുമ്പോൾ അവനെ നമ്മളെങ്ങനെയാണ് അവനെ ട്രീറ്റ് ചെയ്തതെന്നും ഒക്കെ, അല്ലെങ്കിൽ അവൻ എങ്ങനെയാണെന്നുള്ളതൊക്കെ നമുക്കത് അവന് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ അവൻ്റെ കുഞ്ഞു കുഞ്ഞു വീഡിയോസും ചിരിക്കാനുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ടി വിനകത്ത് ഇട്ട് എല്ലാവരും ഇരുന്ന് കാണുകയാണ്. അപ്പോൾ ഒരുപാട് സന്തോഷം. എന്താ പറയുക, എനിക്ക് വേറെ ഒന്നും പറയാനില്ല. എനിക്ക് പെട്ടെന്ന് സങ്കടമൊക്കെ വരിക. എൻ്റെ ഡെലിവറി എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര ട്രാജഡി ആയിട്ടുള്ള ഒരു സംഭവമായിരുന്നു. പക്ഷേ എങ്കിലും നല്ലൊരു മോനെ ദൈവം എനിക്ക് തന്നു. എന്താ പറയുക, എനിക്ക് ഒരുപാട് സന്തോഷം. ഇനിയും എന്താ പറയുക, നല്ല നല്ല കാര്യങ്ങളൊക്കെ ജീവിതത്തിൽ സംഭവിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. അപ്പോൾ ഹാപ്പി ബർത്ത്ഡേ ഡുഡുവാവേ ഉമ്മ. അപ്പോൾ അപ്പയും ഞങ്ങളൊക്കെ വെയിറ്റ് ചെയ്യാണ് കേട്ടോ. പുറത്തൊക്കെ പോകാൻ വേണ്ടി, ഫുഡ് കഴിക്കാൻ പോകാൻ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് അവൻ്റെ കുറേ വീഡിയോസും ഫോട്ടോസൊക്കെ ഇരുന്ന് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ചെറിയൊരു ബർത്ത്ഡേ, എന്താ പറയുക, ബർത്ത്ഡേ ഒരു എന്താ പറയുക വീഡിയോ അത്രേ ഉള്ളൂ, അല്ലാതെ വേറെ ഒന്നുമില്ല. അപ്പോൾ ഒരുപാട് എല്ലാവർക്കും ഒരുപാട് സന്തോഷം. ഞങ്ങളെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേരുണ്ടെന്ന് അറിഞ്ഞു, അവർക്കൊക്കെ ഒരുപാട് സന്തോഷം. പിന്നെ നമ്മുടെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. ഇനി കുറച്ച് അവൻ്റെ ഫോട്ടോസുകൾ നമുക്ക് കാണാം.